ഒരു മരുന്നും ഇല്ലാതെ തന്നെ 3 മിനിറ്റിനുള്ളിൽ ബ്ലഡ് ഷുഗർ നോർമലാക്കാനാകും. അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ളതായാലും പാരമ്പര്യമുള്ള ബ്ലഡ് ഷുഗർ ആയാലും അത് നോർമലാകാൻ നമുക്ക് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നോർമലാക്കാനാകും. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഷുഗർ രോഗം ഒരു മരുന്നും കൂടാതെ തന്നെ പൂർണ്ണമായിട്ടും നോർമലാകുക. മനസ്സിലായല്ലോ? ഒരു മരുന്നും ഉപയോഗിക്കാതെ ഷുഗർ രോഗം നോർമലാകുവാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ല, ഷുഗർ നോർമലാകും. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ടുതന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഷുഗറിൻ്റെ പ്രശ്നം മിക്ക ആൾക്കാരിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിയാൽ, ഒന്ന് പാരമ്പര്യമായിട്ട് വരുന്നത്, 2 നമ്മുടെ ജീവിതശൈലി. ഓക്കെ, അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെ. ഓക്കെ, നമ്മുടെ ഭക്ഷണക്രമം, മറ്റു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പം എന്തായാലും ഈ ഒരു പ്രശ്നം ശരീരത്തിൽ വന്നുപോയി. ഈ ഇടയ്ക്ക് ഒരു വ്യക്തി ഒന്ന് പറയുകയാണ്, ബ്രോ ഞാൻ ആദ്യം ഈ ഒരു പ്രശ്നം നോർമലാകാൻ വേണ്ടിയിട്ട് ഗുളിക കഴിച്ചപ്പോൾ ഇഞ്ചക്ഷൻ വരെ എത്തിന്നിട്ടും കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ ഈ ഒരു ഷുഗർ രോഗമുള്ളവർക്കും, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ടൈം ആയാലും അത് കൂടിയ ഷുഗർ രോഗമായാലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് നോർമൽ അവസ്ഥയിലോട്ട് ഒരു മരുന്നും കൂടാതെ തന്നെ കൊണ്ടുവരുവാൻ കഴിയും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യും. ഓക്കെ, വീഡിയോ കണ്ട് വെറുതെ പോകാതിരിക്കുക. കാരണം ഒരുപാട് പേര് ഇന്ന് ഈ ഒരു ഷുഗർ രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മറ്റുള്ളവരെ സേവ് ചെയ്യുക എന്നത്. അപ്പോൾ നിങ്ങളത് കാണുക, വീഡിയോ കണ്ട് വെറുതെ പോകല്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷുഗർ രോഗം നമുക്ക് നോർമലാകുവാൻ, ഓക്കെ, ഇപ്പോഴും ചില ആൾക്കാർ ചോദിക്കും, ബ്രോ ഇപ്പോഴും ഞാൻ ഓൾറെഡി ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്, ഇൻസുലിനെ വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണ്ട. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ ഒരു കാര്യം കൂടി ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഓൾറെഡി ഈ ഒരു ഷുഗർ രോഗമുണ്ട്, പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല, ഫുഡൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങനെ തന്നെ പോയിക്കൊള്ളുക, മരുന്ന് കഴിക്കേണ്ട. ഞാനിപ്പോൾ പറഞ്ഞിരുന്ന ആ ഒരു കാര്യം മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു ഷുഗർ രോഗം നോർമലാകുവാൻ ഒത്തിരി ദിവസം കൊണ്ടൊന്നുമല്ല, ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത ഉടൻ തന്നെ ഒരു 3-4 മിനിറ്റിനകത്ത് വെച്ച് തന്നെ ഷുഗർ നോർമലാവുന്നതായിരിക്കും. അതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഒറ്റ മൂലിയാണ് ഞാനിന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കോവയ്ക്ക. എന്തിനു വയ്ക്ക? കോവയ്ക്ക അറിയാമല്ലോ. എന്താണ് കോവയ്ക്ക എന്നുള്ളത്? അറിയാമോ? അറിയില്ല, കാണിച്ചു തരാം. ഇതാണ് കോവയ്ക്ക. ഓക്കെ, അപ്പോൾ ഇത് പഴുക്കണം, നല്ലതുപോലെ പഴുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പഴുത്ത കോവയ്ക്കയാണ് ആവശ്യം, പച്ച കോവയ്ക്കയല്ല, പഴുത്ത കോവയ്ക്കയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഇടയ്ക്ക് ഒരു വ്യക്തി ചോദിച്ചാണ് ഇതിങ്ങനെയാണ് പഴുപ്പിക്കറിയല്ല, കായനൊന്നും പഴുപ്പിക്കറിയത്തില്ലേ? എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും കായൊക്കെ പഴുപ്പിക്കറിയുന്നൊക്കെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ
നിങ്ങൾ ഈ പച്ചയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ഒരു മുറത്തിൽ വയ്ക്കുക. മുറമോ പേപ്പറിൽ വെച്ച് ടേബിൾ വെച്ച് അതിനെ പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകും എലിയൊക്കെ ഒന്ന് കാഷിച്ച് വെക്കില്ല. പല്ലിക്കാഷ്ടമൊക്കെ വീഴും. അതുകൊണ്ട് അടച്ചൊക്കെ വെക്കുക വൃത്തിക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ തുറന്ന് വെച്ചാൽ മതി. തുറന്ന് അടച്ചു വെക്കണം. എന്നത് നെറ്റൊക്കെ ഇട്ട് അടച്ചു വെക്കുക. എങ്കിലും അത് പെട്ടെന്ന് വഴുകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. കോവയ്ക്ക് തന്നെ മുറത്തിൽ വെക്കുക, നെറ്റ് പോലെ തന്നെ വെച്ചിങ്ങനെ ഒന്ന് മൂടി വെക്കുക. 2-3 ദിവസം ആകുമ്പോഴത്തേക്കും ഓരോ നാട്ട് പഴുത്തു തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 2 കോവയ്ക്കയാണ് ഒരു ദിവസം വേണ്ടത്. 2 കോവയ്ക്ക വെച്ച്, അതായത് കോവയ്ക്ക പഴം വെച്ച് പഴുക്കുമ്പോൾ നല്ല അറിയില്ല, നല്ല ചുവന്ന് വരും. നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 കോവയ്ക്ക പഴം വെച്ച്, 2 കോവയ്ക്ക അത് തന്നെ പഴം. ഓക്കെ, പഴം വെച്ച് 7 ദിവസം മുടങ്ങാതെ കഴിക്കുക. ഇപ്പോഴും നിങ്ങൾ ചോദിക്കും, ഈ 7 ദിവസം മുടങ്ങാതെ കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എപ്പോഴാണ് കഴിക്കേണ്ടത് നിങ്ങൾ ചോദിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഉറക്കമണീറ്റ് പല്ലൊക്കെ തേച്ച്, ഞാൻ വെറുതെ പറയുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാ ആൾക്കാരും പല്ല് തേക്കുന്നതൊക്കെ അറിയാം. നിങ്ങളുടെ പല്ല് തേക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പല്ല് തേക്കത്തില്ലാന്ന് ഞാൻ പറഞ്ഞത്. രാവിലെ കഴിച്ച് മൗത്ത് വാഷൊക്കെ ചെയ്ത്, ഓക്കെ, പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് വെറും വയറ്റിൽ കഴിക്കുക. ഈ സാധനം കഴിച്ചാൽ, അതായത് ഈ ഒരു പഴം കഴിച്ചാൽ അരമണിക്കൂർ നേരത്തേക്ക് വേറെ ഫുഡൊന്നും കഴിക്കില്ല. മനസ്സിലായല്ലോ. ഈ ഒരു പഴം കഴിച്ച് 2 പഴം രാവിലെ, ഓക്കെ, വെറും വയറ്റിൽ. ഓക്കെ, അങ്ങനെ 2 പഴം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഷുഗർ രോഗം ഉള്ള ആൾക്കാർ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് അറിയാമല്ലോ. നിങ്ങൾക്കറിയാം. ഈ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് വ്യക്തി പറയുകയാണ്, നിങ്ങൾ മരുന്ന് മാത്രം പറഞ്ഞാൽ മതി, അവർക്കെല്ലാം അറിയാമല്ലോ. ഓക്കെ, നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. എന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണും. പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി, അവിടെ വീഡിയോ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു കോമൺ ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ ഷുഗർ രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം ഒരു 40 മിനിറ്റ് ഡെയിലി ചെയ്തിരിക്കണം. വ്യായാമം എന്ന് പറഞ്ഞത് നിങ്ങൾ നടക്കുകയെങ്കിലും ചെയ്യുക. ഒരു 40 മിനിറ്റ് നടക്കുക. 20 മിനിറ്റ് അങ്ങോട്ട്, 20 മിനിറ്റ് ഇങ്ങോട്ട്, 40 മിനിറ്റ് ആയി. ഓക്കെ, അഥവാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ റോഡില്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് നടക്കുക. സമയം വെച്ച് നടക്കുക. സമയം അലാറം വെച്ചിട്ട് നടക്കുക. മനസ്സിലായല്ലോ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. വിശ്വസിക്കും. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.